നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്വാദിഷ്ടമായ പൊറോട്ട എങ്ങനെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ആവശ്യമുള്ളത് 2 ഗ്ലാസ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഒരു വലിയ ബൗളിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് ആ പൊറോട്ടയുടെ ആ ബ്രൗൺ കളർ വരാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഏകദേശം 1 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ യൂസ് ചെയ്താൽ മതി. നമ്മൾ അധികം എണ്ണ യൂസ് ചെയ്യാതെ ഹെൽത്തി ഫോമിലാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസായിട്ട്, അതായത് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്കിതിനെ എടുക്കണം. നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇച്ചിരി ഓയിൽ തടവി കൊടുക്കണം. 2 സൈഡും ഇതുപോലെ നമ്മൾ ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തണുത്ത ടവൽ യൂസ് ചെയ്ത് ഇതിനെ കവർ ചെയ്ത് വെക്കുക. ഏകദേശം 2 മണിക്കൂർ വരെ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം ഈ മാവെടുത്ത് നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എനിക്ക് 2 ഗ്ലാസ് മൈദയിൽ 5 വലിയ പൊറോട്ടയുടെ ഉരുളയായിട്ടാണ് കിട്ടിയത്. ഇങ്ങനെയെല്ലാം നമ്മൾ ഉരുട്ടിയെടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ ടൈം വേണമെങ്കിൽ വയ്ക്കാം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കുക. ഇനി ഇത് എണ്ണയിൽ മുക്കി നമ്മൾ നേരത്തെ പോലെ വീണ്ടും മിനിമം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ പുറത്ത് ആ തണുത്ത ടവൽ വെച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. പൊട്ടിപ്പോകുന്നതൊന്നും കണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമുക്കൊന്ന് നൈസാക്കി കിട്ടാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ടത് ചുറ്റിച്ചെടുക്കുക. ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം പരത്തിയെടുക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം ചുറ്റിച്ചത് വേണം ഇതുപോലെ ആദ്യം പരത്തിയെടുക്കുക. കൈ വെച്ച് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. നല്ല നൈസായിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുത്ത് അപ്പം തന്നെ ചുട്ടെടുക്കണം, മാറ്റി വെക്കരുത്. പരത്തിയാൽ ഉടനെ നമ്മൾ പാനിലോട്ട് ഈ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇട്ട് കൊടുക്കുക. പാനിൽ കുറച്ച് എണ്ണ ആദ്യം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പരത്തിയ പൊറോട്ട അതിലോട്ട് എടുത്ത് വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് 2 സൈഡും മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക. എണ്ണ ഇടയ്ക്കിടയ്ക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ബ്രൗൺ ഷെയ്ഡായി വരുന്നുണ്ട്. ഇതുപോലെ എണ്ണ ഇടയ്ക്കിടയ്ക്ക് സ്പ്രിങ്കിൾ ചെയ്ത് അപ്പുറം ഇപ്പുറവും മറിച്ചും തിരിച്ചും ഇടുക. നന്നായി ഇതുപോലെ മുരിഞ്ഞു വരുമ്പോൾ മാറ്റി എടുക്കുക. ഇതുപോലെ നമ്മൾ ഈ 5 എണ്ണവും ചുട്ടെടുക്കുക. ചൂട് പോകാതെ ഒരു കാസ്ട്രോളിൽ വേണം ഇത് സൂക്ഷിച്ചു വെക്കാൻ. ഒരു കാരണവശാലും ചൂട് പോകാൻ പാടില്ല. കാരണം ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ സൈഡ് അടിച്ചെടുക്കുമ്പോഴാണ് ശരിക്കും പൊറോട്ടയുടെ ആ ഒരു ടെക്സ്ചറിലോട്ട് വരുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. സോ ഒരു കാസ്ട്രോളിലോട്ട് ഇത് മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മൾ എല്ലാ പൊറോട്ടയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ആ സർഫേസിൽ വെച്ച് തന്നെ 2 സൈഡ് ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. ചൂടോടുകൂടി തന്നെ ചെയ്യണം, എന്നാലേ ആ പൊറോട്ടയുടെ ഒരു ടെക്സ്ചറിലോട്ട് വരത്തുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊറോട്ട സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരിക്കലും ഈ ഒരു സ്റ്റെപ്പ് മിക്സ് ചെയ്യരുത്. ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. കണ്ടോ നമ്മുടെ പൊറോട്ടയ്ക്ക് ലെയറൊക്കെ വന്നിട്ടുണ്ട്.
അതിൻ്റെ ടെക്സ്ചർ കണ്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.